വെൽക്കം ബാക്ക് ടു ഫാർമ PSC എക്സാം യൂട്യൂബ് ചാനൽ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും കമൻറ്റൊക്കെ ചെയ്യുക. ഇനി എന്തെങ്കിലും വീഡിയോസ് എക്സ്ട്രാ ക്ലാസ്സസ് ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾ പറയുക. ഇന്ന് ഫാർമസ്യൂട്ടിക്കൽ ഇനോർഗാനിക് കെമിസ്ട്രിയുടെ ലെക്ചർ 3 ക്ലാസ് ആണ്. അപ്പം ഫസ്റ്റ് കോമ്പൗണ്ട് നമുക്ക് പറയാം ഫെറസ് ഗ്ലൂക്കണേറ്റ് ആണ്. ഫെറസ് ഗ്ലൂക്കണേറ്റ് എന്ന് പറയുന്നത് ഹെമാറ്റിനിക് ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് 4 അയൺ ആറ്റവും അതുപോലെ തന്നെ ഗ്ലോബിനും കൂടെ ചേർന്ന ഒരു കോമ്പൗണ്ടാണ്. അപ്പോൾ ആ ഒരു ഹീമോഗ്ലോബിനാണ് നമ്മുടെ ബോഡിയിലേക്ക് ഉള്ളത്. അപ്പോൾ ആ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയണ കഴിയുമ്പോൾ ചിലപ്പോൾ അയൺ ഡെഫിഷ്യൻസി കൊണ്ട് ഹീമോഗ്ലോബിൻ കുറയാം. ആ സമയത്ത് നമ്മൾ ഫെറസ് ഗ്ലൂക്കണേറ്റ് കൊടുക്കാറുണ്ട്. അതേപോലെ തന്നെ ഫെറസ് ഫ്യൂമറേറ്റും നമ്മൾ കൊടുക്കാറുണ്ട്. ഫെറസ് ഗ്ലൂക്കണേറ്റിൻ്റെ ബാക്കി കാര്യങ്ങൾ താഴെ പഠിക്കും. ഇനി ഫെറിക് ക്ലോറൈഡും പൊട്ടാഷ്യം അയഡൈഡും കൂടെ റിയാക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് അയഡിൻ റിലീസ് ചെയ്യും. അതുപോലെ തന്നെ ഫെറസ് ക്ലോറൈഡും പൊട്ടാഷ്യം ക്ലോറൈഡും ഉണ്ടാവും. ഫെറിക് സൾഫേറ്റും സോഡിയം ഹൈഡ്രോക്സൈഡും കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന കോമ്പൗണ്ട് ഫെറിക് ഹൈഡ്രോക്സൈഡാണ്. ഇനി ഫെറിക് സിട്രേറ്റിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് FeC6H5O7. കഴിഞ്ഞ ക്ലാസ്സിൽ സിട്രിക് ആസിഡിൻ്റെ സ്ട്രക്ചർ പറഞ്ഞിരുന്നു. ട്രൈകാർബോക്സിലിക് ആസിഡാണ് ഹൈഡ്രോക്സി ട്രൈകാർബോക്സിലിക് ആസിഡാണ് സിട്രിക് ആസിഡ്. ഇനി സിങ്ക് മെറ്റൽ അല്ലെങ്കിൽ സിങ്ക് ഓക്സൈഡ് അല്ലെങ്കിൽ സിങ്ക് കാർബണേറ്റ് ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് സിങ്ക് ക്ലോറൈഡ് ആയിരിക്കും. സിങ്ക് ക്ലോറൈഡിൻ്റെ pH എന്ന് പറയുന്നത് 4.6 to 6 ആണ്. മെയിൻ യൂസ് എന്ന് പറയുന്നത് അസ്ട്രിഞ്ചൻ്റ് ആണ്. അപ്പോൾ അസ്ട്രിഞ്ചൻ്റെ ഡെഫിനിഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാം, എന്തെങ്കിലും കട്ട്സ് ഓർ വൂൺസ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന സമയത്ത് അവിടുത്തെ സെൽസിനെ ഷ്രിങ്ക് ചെയ്തിട്ട് അവിടെയുള്ള സർഫസ് പ്രോട്ടീൻസ്, ഓർക്കണം സർഫസ് പ്രോട്ടീനാണ്, ഈ സർഫസ് പ്രോട്ടീനെയാണ് പ്രിസിപ്പിറ്റേറ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ ഓപ്ഷനിൽ കൺഫ്യൂസിങ് ആയിട്ട് പ്രിസിപ്പിറ്റേറ്റ് പ്രോട്ടീൻ എന്ന് കണ്ടാൽ നമുക്ക് പറയാൻ പറ്റില്ല കറക്റ്റാണെന്ന്. കാരണം സർഫസ് പ്രോട്ടീനെ പ്രിസിപ്പിറ്റേഷനാണ് അസ്ട്രിഞ്ചൻസിൻ്റെ മെയിൻ മെക്കാനിസം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു എക്സാമ്പിളാണ് സിങ്ക് ക്ലോറൈഡ്. ഇനി സിങ്ക് ക്ലോറൈഡ് വൈറ്റ് ക്രിസ്റ്റലൈൻ പൗഡറാണ്. സിങ്ക് ക്ലോറൈഡിൻ്റെ ആസ് നമ്മൾ ചെയ്യുന്നത് കോംപ്ലക്സോമെട്രിക് ടൈട്രേഷനാണ്. എക്സ്പെക്ടോറിനെ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ എക്സാമ്പിൾ പഠിച്ചിരുന്നു. പൊട്ടാഷ്യം അയഡൈഡ് എന്ന് അമോണിയം ക്ലോറൈഡ് പഠിച്ചു. അതുപോലെ തന്നെ പൊട്ടാഷ്യം അയഡൈഡ് ഒരു എക്സാമ്പിളാണ്. ഇനി പൊട്ടാഷ്യം അയഡൈഡിൻ്റെ ഓർഡർലെസ് ആണ്. പൊട്ടാഷ്യം അയഡൈഡ് ടേസ്റ്റ് നോക്കുവാണെങ്കിൽ ഇറ്റ് ഈസ് ബിറ്റർ ഇൻ ടേസ്റ്റ്. ഇനി പൊട്ടാഷ്യം അയഡൈഡ് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത്? വെരി ഈസിയാണ്. അയഡിൻ ഉണ്ട്. അയഡിൻ ക്രിസ്റ്റൽസ് നമുക്കറിയാം ബ്രൗൺ കളറായിട്ടുള്ള പെട്ടെന്ന് സബ്ലൈം ചെയ്ത് പോകുന്നൊരു കോമ്പൗണ്ടാണ്. അതും പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് പൊട്ടാഷ്യം അയഡൈഡ് കിട്ടും. നമുക്ക് സ്ട്രോങ് അയഡിൻ സൊല്യൂഷൻ, വീക്ക് അയഡിൻ സൊല്യൂഷൻ, അക്വസ് അയഡിൻ സൊല്യൂഷൻ, ഇതെല്ലാം ആൻറ്റി മൈക്രോബിയൽ ഏജൻ്റ് ആണ്. ഇതിൻ്റെ കോൺസെൻട്രേഷൻസും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതെല്ലാം പഠിക്കാനുണ്ട്. അപ്പോൾ ഇതിൽ ഇന്നൊരു എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് സ്ട്രോങ് അയഡിൻ സൊല്യൂഷനാണ്. ഈ സ്ട്രോങ് അയഡിൻ സൊല്യൂഷൻ എന്ന് പറയുന്നതിൽ 10% വെയിറ്റ് ബൈ വോളിയം അയഡിൻ ഉണ്ടാവും. അതുപോലെ തന്നെ 6% പൊട്ടാഷ്യം അയഡൈഡാണ് ഉണ്ടാവുക. അപ്പോൾ ഈ സ്ട്രോങ് അയഡിൻ സൊല്യൂഷൻ ആൻറ്റി മൈക്രോബിയൽസിന് എക്സാമ്പിളാണ്. സെലീനിയത്തിന് ആൻറ്റി ക്യാൻസർ ഇഫക്റ്റ് ഉണ്ട് എന്ന് പറയുന്നു. ഇനി ഫെറസ് ഗ്ലൂക്കണേറ്റ് എന്ന് പറയുന്നത് യെല്ലോയിഷ് ഗ്രേ കളറായിരിക്കും. ഫെറസ് ഗ്ലൂക്കണേറ്റിൻ്റെ യൂസ് ഹെമാറ്റിനിക് ആണ്. അയണും സൾഫ്യൂരിക് ആസിഡും കൂടെ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്നത് ഫെറസ് സൾഫേറ്റ് ആണ്. അത് ക്രിസ്റ്റലാണ്. അതിനൊരു പെയിൽ ഗ്രീനിഷ് യെല്ലോ ഒരു ഷെയ്ഡാണ് നമുക്ക് ഉണ്ടാവുക. ഇനി അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് സ്ലൈറ്റ് എക്സസ് ആയിട്ടുള്ള അയൺ ഫില്ലിങ്സ് ഉണ്ട്. ഈ അയൺ ഫില്ലിങ്സ് ഡൈലൂട്ട് HCl മിക്സ് ചെയ്യുക. എന്നിട്ട് ആ സൊല്യൂഷൻ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ഫെറസ് സൾഫേറ്റ് ക്രിസ്റ്റൽസ് നമുക്ക് കിട്ടും. ഗ്രീൻ ടു യെല്ലോ ടിൻറ്റ് ഇതിനകത്ത് ഉണ്ടാവും. ഇനി അയൺ അമോണിയം സിട്രേറ്റ് ഉണ്ട്. അതിന് വേറൊരു പേരാണ് ഫെറിക് അമോണിയം സിട്രേറ്റ് എന്ന് പറയും. അയൺ ഡെക്സ്ട്രാൻ ഇഞ്ചക്ഷൻ ഉണ്ട്. ഈ അയൺ ഡെക്സ്ട്രാൻ ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത് ഫെറിക് ഹൈഡ്രോക്സൈഡിൻ്റെ ഒരു കൊളോയിഡ് സൊല്യൂഷനാണ് വിത്ത് ഡെക്സ്ട്രാൻ. അതാണ് അയൺ ഡെക്സ്ട്രാൻ സൊല്യൂഷൻ. അപ്പോൾ അതിലെ അയണിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് ഫെറിക് ഹൈഡ്രോക്സൈഡ് ആണ് കേട്ടോ. ഇനി അയൺ ഡെക്സ്ട്രാൻ ഇഞ്ചക്ഷൻ്റെ മോളിക്കുലർ വെയിറ്റ് എന്ന് പറയുന്നത് 5000 to 7500 ആയിരിക്കും.
ആ ഇഞ്ചക്ഷൻ്റെ കളറ് ഡാർക്ക് ബ്രൗൺ ആയിരിക്കും. ഒരു സിങ്കിൻ്റെ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ, അതിൻ്റെ സ്പെസിഫിക് വോളിയം എന്ന് പറയുന്നത് നമുക്ക് പറയാം 10 parts/million ആയിരിക്കും. ഫെറസ് സൾഫേറ്റിൻ്റെ ടേസ്റ്റ്, അത് വളരെ ഒരു അസ്ട്രിഞ്ചൻ ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. ഫെറസ് അമോണിയം സൾഫേറ്റിൻ്റെ ഫോർമുല കൊടുത്തിട്ടുണ്ട്. FeSO4 അമോണിയം ട്വൈസ്, ദെൻ SO4 6H2 ആണ് ഫെറസ് അമോണിയം സൾഫേറ്റ്. അമോണിയം എന്ന് പറയുമ്പോൾ NH4 എന്ന് എഴുതണം. അപ്പോൾ ഫെറസ് എന്തായാലും ട്വൈസ് ആണ്, SO4 മൈനസ് ഉണ്ട്, ദെൻ എഗെയിൻ ഒരു SO4. വാട്ടർ ഹൈഡ്രേഷൻ എന്ന് പറയുന്നത് 6H2 ആണ്. ഇനി എക്സാമ്പിൾ ഫോർ ട്രേസ് എലമെൻറ്റ്സിൽ എസെൻഷ്യലായിട്ട് വേണ്ടതിന് ഒരു ഇതാണ് ഫെറസ് ഗ്ലൂക്കോണേറ്റ്. ഒരു ട്രേസ് അയൺ ആണ്, പക്ഷെ നമുക്ക് അത് എസെൻഷ്യൽ കൂടെയാണ്. ഫെറസ് അമോണിയം സൾഫേറ്റിന് നമ്മൾ ഡബിൾ സോൾട്ട് എന്നും കൂടെ പറയാറുണ്ട്. കാരണം 2 അയോൺസ് ഉള്ളതുകൊണ്ടാണ് ഇതിന് ഡബിൾ സോൾട്ട് എന്ന് പറയാറുള്ളത്. ഇനി അടുത്തൊരു ഇതാണ് ഡ്രൈഡ് ഫെറസ് സൾഫേറ്റിന് ഒരു മെറ്റാലിക് അസ്ട്രിഞ്ചൻ ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. ഇനി ഫെറസ് സൾഫേറ്റിൻ്റെ വാട്ടർ ഹൈഡ്രേഷൻ നോക്കുകയാണെങ്കിൽ FeSO4 7H2O, വാട്ടർ ഹൈഡ്രേഷൻ എന്ന് പറയുന്നത് 7 ആയിരിക്കും. ഇപ്പോൾ നമ്മൾ ഫെറസ് അമോണിയം സൾഫേറ്റിൻ്റെ ഫോർമുല എഴുതി, അതിൽ വാട്ടർ ഓഫ് ഹൈഡ്രേഷൻ എത്രയാണ്? 6 ആണ്. ഇനി സിങ്ക് സോൾട്ടും പൊട്ടാഷ്യം ഫെറോസൈനൈഡ് സൊല്യൂഷനും കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ സിങ്ക് ഫെറോസൈനൈഡ് കിട്ടും. ഈ സിങ്ക് ഫെറോസൈനൈഡ് എന്ന് പറയുന്നത് വൈറ്റ് കളറിൽ ഒരു സബ്സ്റ്റൻസ് ആണ്. വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.